ശാന്തി 31/7/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ തൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഉള്ളിൽ നോളജ് സ്മരിച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ നിദ്രാജീത് ആയി മാറും. കോട്ടുവായും മറ്റും വരില്ല. ചോദ്യം: കുട്ടികളായി നിങ്ങൾ ബാബയിൽ അർപ്പണമായത് എന്തുകൊണ്ട്? അർപ്പണമാകുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം: അർപ്പണമാവുക എന്നാൽ ബാബയുടെ ഓർമ്മയിൽ ലയിച്ചു ചേരുക. എപ്പോഴാണോ ഓർമ്മയിൽ ലയിച്ചു ചേരുന്നത്, അപ്പോൾ ആത്മാവാകുന്ന ബാറ്ററി ചാർജ് ആകുന്നു. ആത്മാവാകുന്ന ബാറ്ററി നിരാകാരനായ ബാബയുമായി യോജിക്കുന്നു. അപ്പോൾ ബാറ്ററി ചാർജ് ആകുന്നു. വികർമ്മം വിനാശമാകുന്നു. സമ്പാദ്യം ശേഖരിക്കപ്പെടുന്നു. ഓം ശാന്തി. ആത്മീയ പിതാവിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശരീരത്തോടൊപ്പം ഇരിക്കുകയാണ്. മൃത്യുലോകത്തിലെ അന്തിമ ശരീരമാണിത് എന്നത് അറിയുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിക്കും? പിന്നെ ബാബയോടൊപ്പം ശാന്തിധാമത്തിൽ ഒരുമിച്ചുണ്ടാകും. ഈ ശരീരം ഉണ്ടായിരിക്കില്ല. പിന്നീട് സ്വർഗത്തിൽ വരും. നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് വരികയില്ല. ഈ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ബാബ ശാന്തിയുടെയും സുഖത്തിൻ്റെയും സാഗരമാണോ? കുട്ടികളെയും അതേപോലെ ശാന്തിയുടെയും സുഖത്തിൻ്റെയും സാഗരം ആക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പോയി ശാന്തിധാമത്തിൽ വിരാജിതൻ ആകേണ്ടതുണ്ട്. അപ്പോൾ ബാബയെയും വീടിനെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. ഇവിടെ നിങ്ങൾ എത്രത്തോളം ഈ അവസ്ഥയിൽ ഇരിക്കുന്നുവോ, അപ്പോൾ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഭസ്മമാകുന്നു. ഇതിനെ യോഗാഗ്നി എന്ന് പറയുന്നു. സന്യാസിമാർ സർവശക്തിവാനുമായി യോഗം യോജിപ്പിക്കുന്നില്ല. അവർ വസിക്കുന്ന സ്ഥാനമായ ബ്രഹ്മത്തോടാണ് യോഗം യോജിപ്പിക്കുന്നത്. അവർ തത്വയോഗിയാണ്. ബ്രഹ്മം അഥവാ തത്വത്തോട് യോഗം യോജിപ്പിക്കുന്നവരാണ്. ഇവിടെ ജീവാത്മാക്കളുടെ കളി നടക്കുന്നു. അവിടെ സ്വീറ്റ് ഹോമിൽ കേവലം ആത്മാക്കളാണ് വസിക്കുന്നത്. ആ സ്വീറ്റ് ഹോമിലേക്ക് പോകുന്നതിനായി മുഴുവൻ ലോകവും പുരുഷാർത്ഥം ചെയ്യുന്നു. സന്യാസിമാരും പറയുന്നു, നമ്മൾ ബ്രഹ്മത്തിൽ ലയിക്കട്ടെ, നമ്മൾ ബ്രഹ്മത്തിൽ പോയി നിവസിക്കട്ടെ എന്ന് പറയുന്നില്ല. ഇത് കുട്ടികളായ നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഭക്തിമാർഗത്തിൽ എത്ര കുഴപ്പം വരുത്തുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ ബാബ വന്ന് കേവലം 2 വാക്ക് തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ഏതുപോലെ മന്ത്രം ജപിക്കുന്നുവല്ലോ. ചിലർ ഗുരുവിനെ ഓർമ്മിക്കുന്നു, ചിലർ മറ്റാരെയെങ്കിലും ഓർമ്മിക്കുന്നു, സ്റ്റുഡൻറ് ടീച്ചറിനെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് കേവലം ബാബയുടെയും വീടിൻ്റെയും തന്നെ ഓർമ്മയാണുള്ളത്. ബാബയിൽ നിന്നും നിങ്ങൾ സമ്പത്ത് നേടുന്നു, ശാന്തിധാമത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും. അത് തന്നെയാണ് മനസ്സിൽ ഓർമ്മയുണ്ടായിരിക്കുന്നത്. വായിലൂടെ ഒന്നും പറയേണ്ടതില്ല. ബുദ്ധി കൊണ്ട് നിങ്ങൾ അറിയുന്നുണ്ട്, ശാന്തിധാമത്തിനു ശേഷമാണ് സുഖധാമം. നമ്മൾ ആദ്യം മുക്തിയിലും പിന്നെ ജീവൻ മുക്തിയിലും പോകും. മുക്തി ജീവൻ മുക്തി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ബാബ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കിച്ചു തരുന്നു, ടൈം വേസ്റ്റ് ചെയ്യുവാൻ പാടില്ല. ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളുടെ ഭാരം ശിരസിലുണ്ട്. ഈ ജന്മത്തിലെ പാപങ്ങളുടെയും മറ്റും സ്മൃതി ഉണ്ടായിരിക്കും. സത്യയുഗത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ കുട്ടികൾക്കറിയാം, ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളുടെ ഭാരമുണ്ട്. നമ്പർ 1 ആണ് കാമവികാരത്തിൻ്റെ വികർമ്മം. അത് ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വന്നു. ബാബയുടെ നിന്ദയും വളരെയധികം ചെയ്തു. ആരാണോ സർവരുടെയും സദ്ഗതി നൽകുന്നത്, ആ ബാബയുടെ എത്ര നിന്ദ ചെയ്തു. ഇതെല്ലാം ശ്രദ്ധയിൽ വയ്ക്കണം. ഇപ്പോൾ എത്ര സാധിക്കുമോ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. വാസ്തവത്തിൽ ആഹാ സദ്ഗുരു എന്ന് പറയുന്നു, ഗുരു എന്നല്ല.
ആഹാ ഗുരു എന്നതിന് ഒരർത്ഥവുമില്ല. ആഹാ സദ്ഗുരു. മുക്തിയും ജീവൻ മുക്തിയും ആ ഒന്ന് തന്നെയാണല്ലോ നൽകുന്നത്. ആ ഗുരുക്കന്മാരാണെങ്കിൽ അനേകമുണ്ട്. ഇത് ഒരേ ഒരു സദ്ഗുരുവാണ്. നിങ്ങൾ വളരെയധികം ഗുരുക്കന്മാരെ സ്വീകരിച്ചു. ഓരോ ജന്മത്തിലും 2 or 4 ഗുരുവിനെ സ്വീകരിക്കുന്നു. ഗുരുവിനെ സ്വീകരിച്ച ശേഷം പിന്നെ വേറെ വേറെ സ്ഥാനങ്ങളിൽ പോകുന്നു. ഒരു പക്ഷേ ഇവിടത്തേക്കാൾ നല്ല വഴി ലഭിച്ചാലോ? ഇങ്ങനെ മറ്റു ഗുരുക്കന്മാരോട് ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഒന്നും ലഭിക്കുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, ഇവിടെ വസിക്കേണ്ടതില്ല. എല്ലാവർക്കും ശാന്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. ബാബ നിങ്ങളുടെ ക്ഷണമനുസരിച്ച് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഓർമ്മ വരുത്തുന്നു. നിങ്ങൾ എന്നോട് പറഞ്ഞു, വരൂ, നമ്മളെ പതീതത്തിൽ നിന്നും പാവനമാക്കൂ. ശാന്തിധാമവും സുഖധാമവും പാവനമാണ്. നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് വിളിക്കുന്നു. വീട് എല്ലാവർക്കും ഓർമ്മയുണ്ട്. ആത്മാവ് പെട്ടെന്ന് പറയും, നമ്മുടെ നിവാസ സ്ഥാനം പരംധാമമാണ്. പരംപിത പരമാത്മാവും പരംധാമത്തിൽ വസിക്കുന്നു. നമ്മളും പരംധാമത്തിൽ വസിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നു, നിങ്ങളിൽ ബൃഹസ്പതിയുടെ ദശ ഉണ്ടായിരിക്കുകയാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. പരിധിയില്ലാത്ത ദശ എല്ലാവരിലും ഉണ്ടായിരിക്കുന്നു. ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ തന്നെയാണ് സുഖത്തിൽ നിന്നും ദുഃഖത്തിലേക്കും പിന്നെ ദുഃഖത്തിൽ നിന്നും സുഖത്തിലേക്കും വരുന്നത്. ശാന്തിധാമം, സുഖധാമം, പിന്നെ ഇത് ദുഃഖധാമം. ഇതും ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യരുടെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല. ഇപ്പോൾ ബാബ ജീവിച്ചിരിക്കെ മരിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ശലഭം ദീപനാളത്തിൽ അർപ്പണമാകുന്നു. ചിലർ അതിൽ പ്രണയിനിയായി എരിയുന്നു, അർപ്പണമാകുന്നു. ചിലർ പിന്നെ ചുറ്റിക്കറങ്ങിയ ശേഷം പൊയ്ക്കളയുന്നു. ഇതും ബാറ്ററിയാണല്ലോ. എല്ലാവരുടെയും ബുദ്ധിയോഗം ആ ഒന്നിനോടാണ്. നിരാകാരനായ ബാബയോട് ബാറ്ററി യോജിപ്പിച്ചിരിക്കുന്നത് പോലെയാണ്. ഈ ആത്മാവിൻ്റെ വളരെ സമീപത്താണ്. അപ്പോൾ വളരെ സഹജമാകുന്നു. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങളുടെ ബാറ്ററി ചാർജായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് അല്പം പ്രയാസമുണ്ടാകുന്നു. ഇദ്ദേഹത്തിന് സഹജമാണ്. എന്നിരുന്നാലും ഇദ്ദേഹത്തിന് പുരുഷാർത്ഥം ചെയ്യേണ്ടി വരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന അത്രയും തന്നെ. ഇദ്ദേഹം എത്ര സമീപമാണ്, അത്രയും പിന്നെ ഭാരവും വളരെയധികമുണ്ട്. ആരുടെ ശിരസിൽ കാര്യങ്ങൾ ധാരാളമുണ്ടോ അവർക്ക് ഉറക്കം പോലും വരില്ല എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ഇദ്ദേഹത്തിനും ധാരാളം കാര്യങ്ങളുണ്ടല്ലോ. ബാബയാണെങ്കിൽ സമ്പൂർണം തന്നെയാണ്. ഇദ്ദേഹത്തിന് സമ്പൂർണമാകേണ്ടതുണ്ട്. ഇദ്ദേഹത്തിന് സർവരെയും വളരെ നന്നായി നോക്കേണ്ടി വരുന്നു. 2 പേരും ഒരുമിച്ചാണെങ്കിൽ പോലും ചിന്ത ഉണ്ടാകുന്നുവല്ലോ. കുട്ടികൾ എത്ര അടികൊള്ളുന്നു, ദുഃഖമുണ്ടാകുന്നത് പോലെ. കർമാതീത അവസ്ഥ അവസാനം ഉണ്ടാകും. അതുവരെയും ചിന്തയുണ്ടാകുന്നു. പുത്രിമാരുടെ കത്തുകൾ വരുന്നില്ലെങ്കിലും ചിന്തയുണ്ടാകുന്നു. രോഗബാധിതമല്ലല്ലോ. സർവീസിൻ്റെ സമാചാരം വരുമ്പോൾ ബാബ തീർച്ചയായും അവരെ ഓർമ്മിക്കും. ബാബ ഈ ശരീരത്തിലൂടെ സർവീസ് ചെയ്യുന്നു. ചിലപ്പോൾ മുരളി കുറച്ചായിരിക്കും ഉച്ചരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ തന്നെ 2 or 4 ദിവസം മുരളി വന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ അടുക്കൽ പോയിന്റ്സ് ഉണ്ട്. നിങ്ങളും സ്വന്തം ഡയറി നോക്കേണ്ടത് ആവശ്യമാണ്. ബാഡ്ജ് ഉപയോഗിച്ചും നിങ്ങൾക്ക് നന്നായി മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. എപ്പോഴാണോ ആദി സനാതന ദേവീദേവതാ ധർമ്മം ഉണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. വൃക്ഷവും തീർച്ചയായും കൂടെ ഉണ്ടായിരിക്കണം. വെറൈറ്റി ധർമ്മങ്ങളുടെ രഹസ്യം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആദ്യം ഒരു അദ്വൈത ധർമ്മമായിരുന്നു. വിശ്വത്തിൽ ശാന്തിയും സുഖവും പവിത്രതയും ഉണ്ടായിരുന്നു. ബാബയിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. കാരണം ബാബ ശാന്തിയുടെ സാഗരമാണ്, സുഖത്തിൻ്റെ സാഗരമാണല്ലോ. മുൻപ് നിങ്ങളും ഒന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഏതുപോലെയാണോ ബാബയുടെ ബുദ്ധിയിൽ ഇതെല്ലാം ഉള്ളത്, അതേപോലെ നിങ്ങളുമാകുന്നു.
സുഖത്തിൻ്റെയും ശാന്തിയുടെയും സാഗരം നിങ്ങളുമാകുന്നു. തൻ്റെ കണക്ക് നോക്കണം. ഏതെങ്കിലും കാര്യത്തിൽ കുറവുണ്ടോ? ഞാൻ തീർച്ചയായും സ്നേഹത്തിൻ്റെ സാഗരമാണ്. ആരെങ്കിലും അതൃപ്തമാകും വിധത്തിലുള്ള പെരുമാറ്റമില്ലല്ലോ. തൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കേണ്ടതുണ്ട്. ബാബ ആശീർവദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതായി മാറും എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല. ബാബ പറയുന്നു, ഞാൻ ഡ്രാമയനുസരിച്ച് എൻ്റേതായ സമയത്ത് വരുന്നു. ഇത് എൻ്റെ കൽപ്പകൽപ്പങ്ങളിലെ പ്രോഗ്രാമാണ്. ഈ ജ്ഞാനം മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. സത്പിതാവും സത് ടീച്ചറും സദ്ഗുരുവും ഒന്നു തന്നെയാണ്. ഈ ഉറച്ച നിശ്ചയമുണ്ടായിരുന്നാലും നിങ്ങളുടെ വിജയമാണ്. ഇത്ര അനേകം ധർമ്മങ്ങളുണ്ട്. അവയെല്ലാത്തിൻ്റെയും വിനാശം ഉണ്ടാവുക തന്നെ വേണം. എപ്പോഴാണോ സത്യോഗി സൂര്യവംശി കുലം ഉണ്ടായിരുന്നത്, അപ്പോൾ മറ്റൊരു കുലവും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഇങ്ങനെ തന്നെ ഉണ്ടാകും. മുഴുവൻ ദിവസവും ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിച്ചു കൊണ്ടേയിരിക്കൂ. ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് ഉള്ളിൽ ഇറ്റിറ്റ് വീഴണം. സന്തോഷം ഉണ്ടായിരിക്കണം. ബാബയിൽ നോളജ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അത് ധാരണ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. രാത്രിയും സമയം ലഭിക്കുന്നു. ആത്മാവ് ഓർഗൻസിലൂടെ കാര്യങ്ങൾ ചെയ്ത് ക്ഷീണിച്ചു പോയി. അപ്പോൾ പിന്നെ ഉറങ്ങിപ്പോകുന്നു എന്നത് കാണുന്നു. ബാബ നിങ്ങളുടെ ഭക്തിമാർഗത്തിലെ എല്ലാ ക്ഷീണവും അകറ്റി അക്ഷീണമാക്കി മാറ്റുന്നു. ഏതുപോലെ രാത്രിയിൽ ആത്മാവ് ക്ഷീണിക്കുമ്പോൾ ശരീരത്തിൽ നിന്നും വേറെയാകുന്നു. അതിനെ നിദ്ര എന്ന് പറയുന്നു. ഉറങ്ങുന്നത് ആരാണ്? ആത്മാവിനോടൊപ്പം കർമ്മേന്ദ്രിയങ്ങളും ഉറങ്ങുന്നു. അപ്പോൾ രാത്രി ഉറങ്ങുന്ന സമയത്തും ബാബയെ ഓർമ്മിച്ച് ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് ഉറങ്ങേണ്ടതാണ്. അവസാനം രാവും പകലും നിങ്ങൾ നിദ്രയെ ജയിക്കുന്നവരായി മാറിയിരിക്കും. പിന്നെ ഓർമ്മയിൽ തന്നെയിരിക്കും. വളരെയധികം സന്തോഷമുണ്ടായിരിക്കും. 84ൻ്റെ ചക്രത്തെ തിരിച്ചുകൊണ്ടേയിരിക്കൂ. കോട്ടുവായയും പിന്നെ ഉറക്കം തൂങ്ങലും മറ്റും വരില്ല. ഹേ നിദ്രയെ ജയിക്കുന്ന കുട്ടികളെ, സമ്പാദ്യത്തിൽ ഒരിക്കലും ഉറങ്ങരുത്. എപ്പോഴാണോ ജ്ഞാനത്തിൽ ലഹരി പിടിച്ചവരാകുന്നത്, അപ്പോൾ നിങ്ങളുടെ ആ അവസ്ഥ നിലനിൽക്കും. ഇവിടെ നിങ്ങൾ അല്പം സമയമാണിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും കോട്ടുവായോ ഉറക്കം തൂങ്ങലോ വരാൻ പാടില്ല. മറ്റു ഭാഗത്തേക്ക് അറ്റൻഷൻ പോകുന്നതിലൂടെ പിന്നെ കോട്ടുവായി വരും. കുട്ടികളായ നിങ്ങൾ ഇതും ശ്രദ്ധയിൽ വയ്ക്കണം. നമുക്ക് മറ്റുള്ളവരെയും തനിക്ക് സമാനം ആക്കേണ്ടതുണ്ട്. പ്രജകൾ വേണമല്ലോ. ഇല്ലെങ്കിൽ രാജാവ് എങ്ങനെയാകും? ധനം നൽകിയാൽ ധനം കുറഞ്ഞു പോകില്ല. മറ്റുള്ളവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുമെങ്കിൽ, ദാനം നൽകിക്കൊണ്ടിരിക്കുമെങ്കിൽ ഒരിക്കലും കുറഞ്ഞു പോകില്ല. ഇല്ലെങ്കിൽ ശേഖരണം ഉണ്ടാകില്ല. മനുഷ്യരാണെങ്കിൽ വളരെയധികം ലുബ്ധരുമാകുന്നു. ധനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം അടിവഴക്കുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബാബു പറയുന്നു, നിങ്ങൾക്ക് ഞാൻ ഈ അവിനാശി ധനം നൽകുന്നു. അപ്പോൾ നിങ്ങൾ പിന്നെ മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ടിരിക്കൂ. ഇതിൽ ലുബ്ധരാകരുത്. ദാനം നൽകുന്നില്ലെങ്കിൽ ഇല്ലെന്നാണ് അർത്ഥം. ഈ സമ്പാദ്യം ഇങ്ങനെയുള്ളതാണ്. ഇതിൽ യുദ്ധത്തിൻ്റെയോ മറ്റോ കാര്യമില്ല. ഇതിനെ ഗുപ്തം എന്ന് പറയുന്നു. നിങ്ങൾ ഇൻകോഗ്നിറ്റോ വാരിയേഴ്സ് ആണ്. അതായത് ഗുപ്ത യോദ്ധാക്കളാണ്. 5 വികാരങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നു. നിങ്ങളെ അൺനോൺ വാരിയേഴ്സ് എന്ന് പറയുന്നു. കാലാൾ സേന വളരെയധികമുണ്ട്. ഇവിടെയും ഇങ്ങനെയാണ്. പ്രജകൾ ധാരാളമുണ്ട്. പിന്നെ ക്യാപ്റ്റൻ, മേജർ തുടങ്ങി എല്ലാവരുമുണ്ട്. നിങ്ങൾ സേനയാണ്. അതിലും നമ്പർ വൈസാണ്. ബാബ മനസ്സിലാക്കും, ഇത് കമാൻഡറാണ്, ഇത് മേജറാണ്. മഹാരഥിയും കുതിര സവാരിയും ഉണ്ടല്ലോ. ഇത് ബാബ അറിയുന്നുണ്ട്. മനസ്സിലാക്കിക്കുന്നവർ 3 പ്രകാരത്തിലുണ്ട്. നിങ്ങൾ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ വ്യാപാരം ചെയ്യുന്നു. അവരും വ്യാപാരം പഠിപ്പിക്കുന്നു. ഒരു ഗുരു പോകുമ്പോൾ, അതായത് ശരീരം വെടിയുമ്പോൾ, അയാൾക്കു ശേഷം ശിഷ്യന്മാർ നടത്താറുണ്ടല്ലോ.
അത് സ്ഥൂലമാണ്, ഇത് പിന്നെ സൂക്ഷ്മമാണ്. അനേകം പ്രകാരത്തിലുള്ള ധർമ്മങ്ങളുണ്ട്. ഓരോരുത്തരുടെയും അവരവരുടേതായ മതമാണ്. നിങ്ങൾക്കും പോയി അവരുടേത് കേൾക്കാവുന്നതാണ്. അവർ എന്താണ് പഠിപ്പിക്കുന്നത്, എന്തെല്ലാമാണ് കേൾപ്പിക്കുന്നത്? ബാബ നിങ്ങളെ 84-ന്റെ ചക്രത്തിൻ്റെ കഥ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് ബാബ ഒന്ന് സമ്പത്ത് നൽകുന്നത്. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കലിയുഗത്തിൻ്റെ അന്തിമം വരെയും ഈ ആത്മാക്കൾ വന്നുകൊണ്ടിരിക്കുന്നു, അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ ഇവിടെ ഉള്ളത് വരെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ട് തന്നെയിരിക്കുന്നു. പിന്നെ ഇത്രയും പേരേവരും എവിടെ കഴിയും, എവിടെ ഭക്ഷിക്കും? എല്ലാ കണക്കും വെക്കേണ്ടി വരുന്നുവല്ലോ. അവിടെയാണെങ്കിൽ ഇത്രയും മനുഷ്യർ ഉണ്ടായിരിക്കില്ല. കഴിക്കുന്നവർ തന്നെ കുറവായിരിക്കും. എല്ലാവർക്കും അവരുടെ കൃഷിസ്ഥലം ഉണ്ടായിരിക്കും. ധാന്യങ്ങൾ സൂക്ഷിച്ചു വച്ചിട്ട് എന്ത് ചെയ്യുവാനാണ്? അവിടെ മഴയ്ക്കോ മറ്റോ വേണ്ടി യജ്ഞമോ മറ്റോ നടത്തേണ്ടി വരുന്നില്ല, ഇവിടെ ചെയ്യുന്നത് പോലെ. ഇപ്പോൾ ബാബ യജ്ഞം രചിച്ചിരിക്കുകയാണ്. മുഴുവൻ പഴയ സൃഷ്ടിയും യജ്ഞത്തിൽ സ്വാഹ ആകേണ്ടതുണ്ട്. ഇതാണ് പരിധിയില്ലാത്ത യജ്ഞം. അവർ പരിധിയുള്ള യജ്ഞം രചിക്കുന്നു മഴയ്ക്കു വേണ്ടി. മഴ പെയ്തുവെങ്കിൽ സന്തോഷിക്കുന്നു, യജ്ഞത്തിൻ്റെ സഫലത ഉണ്ടായി. പെയ്യാതിരുന്നാൽ ധാന്യങ്ങൾ ഉണ്ടാകില്ല, ക്ഷാമം ഉണ്ടാകുന്നു. യജ്ഞവും മറ്റും രചിക്കുന്നു. പക്ഷേ മഴ പെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനാകും? ആപത്തുകളെല്ലാം വരേണ്ടതുണ്ട്. പെരുമഴ, എർത്ത് ക്വേക്ക് ഇതെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. ഡ്രാമയുടെ ചക്രത്തിൽ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കി. ഈ ചക്രവും വളരെ വലുതായിരിക്കണം. വലിയ വലിയ സ്ഥാനങ്ങളിൽ അഡ്വർടൈസ്മെൻറ്റ് വെച്ചിട്ടുണ്ടാകണം. അപ്പോൾ വലിയ വലിയ വ്യക്തികൾ വായിക്കും. ഇപ്പോൾ തീർച്ചയായും പുരുഷോത്തമ സംഗമയുഗമാണ് എന്ന് മനസ്സിലാക്കും. കലിയുഗത്തിൽ ധാരാളം മനുഷ്യരുണ്ട്, സത്യയുഗത്തിൽ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. ബാക്കി ഇത്രയും പേരേവരും തീർച്ചയായും ഇല്ലാതായി പോകും. ശിവജയന്തി എന്നാൽ തന്നെ സ്വർഗ ജയന്തി, ലക്ഷ്മി നാരായണ ജയന്തി എന്നാണ്. കാര്യം വളരെ സഹജമാണ്. ശിവജയന്തി ആഘോഷിക്കപ്പെടുന്നു. അത് പരിധിയില്ലാത്ത പിതാവാണ്. ആ ഒന്ന് തന്നെയാണ് സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്തിരുന്നത്. ഇന്നലത്തെ കാര്യമാണ്. നിങ്ങൾ സ്വർഗവാസിയായിരുന്നു. ഇത് വളരെ സഹജമായ കാര്യങ്ങളാണ്. കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും മനസ്സിലാക്കിച്ചു കൊടുക്കുകയും വേണം. സന്തോഷത്തിലും ഇരിക്കണം. ഇപ്പോൾ നമ്മൾ സദാകാലത്തേക്ക് രോഗങ്ങളിൽ നിന്നും മുക്തമായി 100% ഹെൽത്തിയും വെൽത്തിയും ആകുന്നു. ബാക്കി അല്പം സമയമാണുള്ളത്. എത്ര തന്നെ ദുഃഖവും മൃത്യുവും മറ്റും ഉണ്ടായാലും നിങ്ങൾ ആ സമയത്ത് വളരെയധികം സന്തോഷത്തിലായിരിക്കും. നിങ്ങൾക്കറിയാം മൃത്യു ഉണ്ടാവുക തന്നെ വേണം. കൽപ്പകൽപ്പങ്ങളുടെ കളിയാണിത്. ഒരു ആകുലതയും ഉണ്ടാകുന്നില്ല. ആരാണോ ഉറച്ചവർ അവർ ഒരിക്കലും നിലവിളിക്കുകയില്ല. മനുഷ്യന് ആരുടെയെങ്കിലും ഓപ്പറേഷനോ മറ്റോ കാണുമ്പോൾ തല ചുറ്റുന്നു. ഇപ്പോഴാണെങ്കിൽ എത്ര വലിയ മൃത്യു ഉണ്ടാകും. കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതെല്ലാം സംഭവിക്കുക തന്നെ വേണം. മൃഗത്തിന് മരണം, വേട്ടക്കാരന് ഇര എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. ഈ പഴയ ലോകത്തിൽ വളരെയധികം ദുഃഖം അനുഭവിച്ചു. ഇപ്പോൾ പുതിയ ലോകത്തിലേക്ക് പോകണം. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയിൽ നിന്നും അവിനാശി ജ്ഞാനധനം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് ദാനം നൽകണം. ജ്ഞാനദാനം ചെയ്യുന്നതിൽ ലുബ്ധരാകരുത്. ജ്ഞാനത്തിൻ്റെ പോയിൻറ്റ്സ് ഉള്ളിൽ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കട്ടെ. രാജാവാകുന്നതിന് വേണ്ടി തീർച്ചയായും പ്രജകളെ തയ്യാറാക്കണം. തൻ്റെ കണക്ക് നോക്കണം. ഞാൻ ബാബയ്ക്ക് സമാനം സ്നേഹത്തിൻ്റെ സാഗരമായോ? ഒരിക്കലും ആരെയും അതൃപ്തമാക്കുന്നില്ലല്ലോ. തൻ്റെ പെരുമാറ്റത്തിന്മേൽ പൂർണ്ണ ദൃഷ്ടിയുണ്ടോ? വരദാനം: ജ്ഞാനത്തോടൊപ്പം ഗുണങ്ങളെ എമർജ് ചെയ്ത് സർവഗുണ സമ്പന്നമാകുന്ന ഗുണമൂർത്തിയായി ഭവിക്കട്ടെ.
ഓരോരുത്തരിലും ജ്ഞാനം വളരെയധികമുണ്ട്. എന്നാൽ ഇപ്പോൾ ആവശ്യം ഗുണങ്ങൾ എമർജ് ചെയ്യുന്നതിൻ്റേതാണ്. അതിനാൽ വിശേഷിച്ച് കർമ്മത്തിലൂടെ ഗുണദാതാവാകൂ. ഇങ്ങനെ സങ്കൽപ്പിക്കൂ: എനിക്ക് സദാ ഗുണമൂർത്തിയായി എല്ലാവരെയും ഗുണമൂർത്തി ആക്കുന്നതിൻ്റെ കർത്തവ്യത്തിൽ തൽപരരായിരിക്കണം. ഇതിലൂടെ വ്യർത്ഥം കാണുന്നതിനോ കേൾക്കുന്നതിനോ ചെയ്യുന്നതിനോ ഒഴിവു സമയം ലഭിക്കില്ല. ഈ വിധിയിലൂടെ സ്വയം തൻ്റെയും സർവരുടെയും ദൗർബല്യങ്ങൾ സഹജമായി സമാപ്തമായിക്കൊള്ളും. അപ്പോൾ ഇതിൽ ഓരോരുത്തരും സ്വയം തന്നെ നിമിത്തമാക്കി ഒന്നാം നമ്പറിലുള്ളവരായി മനസ്സിലാക്കി സർവഗുണ സമ്പന്നം ആക്കുന്നതിൻ്റെയും എക്സാമ്പിൾ ആകൂ. സ്ലോഗൻ: മനസ്സ യോഗദാനവും വാച ജ്ഞാനദാനവും കർമ്മണ ഗുണങ്ങളുടെ ദാനവും ചെയ്യൂ. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ഗുഡ് മോർണിംഗ് ബാബ. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. സർവപ്രാപ്തികളും ഉൾക്കൊള്ളുന്ന ധാരണാമൂർത്തിയായി ഞാൻ മാറുകയാണ്. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു.
ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി, പ്രകാശ ശരീരധാരിയായി, അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന, സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ
നിറഞ്ഞിരിക്കുകയാണ്. ബാപ് ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.